ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സാധാരണ നീർദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മടുത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ദോശയ്ക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല, കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണ്ടേന്നൊക്കെ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ എന്നും നീർദോശ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ എന്നും നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് മടുക്കുമ്പോൾ ഇതുപോലെ ഒരു ദോശ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ മക്കൾക്ക്. അപ്പോൾ അവരിത് എന്നും ദോശയാണ് എന്നുള്ള പരാതി ഉണ്ടാവില്ല. അവർ നല്ല ഇഷ്ടത്തോടെ തന്നെ അവർ ഒരു ദോശ കഴിക്കും കേട്ടോ. ഇത് ചൂടോടായാലും ചൂടാറിയിട്ടാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് 4 മണി ചായയുടെ കൂടെ ഉണ്ടാക്കാനും ഇത് പറ്റും കേട്ടോ, ഇത്തിരി കട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ. അപ്പോൾ ഇത് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് 1/4 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പൊടി എടുത്ത കണക്ക് പറയുകയാണെങ്കിൽ 1/2 കപ്പോളം തേങ്ങ ഉണ്ടാവും. അപ്പോൾ തേങ്ങ ചെറുകിയത് നിങ്ങൾക്ക് ഒത്തിരി കൂടി പോവണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഇപ്പോൾ 1/4 കപ്പിന് ഒരു 1/2 കപ്പ് തേങ്ങ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യണം. നമുക്ക് എല്ലാ ദോശയിലും നല്ലപോലെ തന്നെ തേങ്ങ ഒക്കെ കഴിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങ ഞാനിതാ ചെറുകിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു 8 എണ്ണോ ഒരു 9 എണ്ണോ ചുമന്നുള്ളി വേണം. അപ്പോൾ ചുമന്നുള്ളിയുടെ അളവ് ഒത്തിരി കണ്ട് ഓവറായിട്ട് പോവണ്ട. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, അരഞ്ഞു പോവണ്ട. നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമല്ലോ ആ രീതിക്ക് വേണം കേട്ടോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ നമ്മുടെ ആ ഒരു തേങ്ങയുടെ കൂട്ട് കണ്ടോ, ഇതുപോലെ ഇരിക്കണം കേട്ടോ. വല്ലാണ്ട് അരഞ്ഞു പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശയിൽ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാനൊന്നും കിട്ടില്ല തേങ്ങ ഒന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ദോശ വെറുതെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ദോശയിൽ ആ ഉള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറാട്ടോ. നമുക്ക് ഈ ദോശ ചുടുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി തോന്നും കേട്ടോ. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെടുത്ത അരിപ്പൊടിക്കൊക്കെ അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ തേങ്ങ കൃഷി ചെയ്തതിൻ്റെ ബാലൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു വിസ്കൊക്കെ വെച്ചിട്ട് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു സ്പൂണോ തവി എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കട്ടയില്ലാണ്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി. അപ്പോൾ വെള്ളം നമുക്ക് ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഇത്തിരി ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കലക്കി കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് നല്ലോണം ഒന്ന് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് കലക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പാകാക്കി എടുക്കാം കേട്ടോ. അടിയിൽ മാവ് കട്ട പിടിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെടുത്ത ഒരു തേങ്ങ ഇത്രയും ബാറ്ററിലേക്ക് കറക്റ്റാണ് കേട്ടോ. 1/2 കപ്പ് തേങ്ങ. അപ്പോൾ ഒത്തിരി ഇങ്ങോട്ട് തേങ്ങ വേണ്ട, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. അപ്പോൾ നല്ല ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് കട്ടി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ വെള്ളം ചേർക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്കിതാ ഈ ഒരു ബാറ്റർ നല്ലോണം കട്ടിയുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു മാവ് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു മാവ് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കട്ടി വേണ്ട. നമുക്ക് നീർദോശ പോലെ തന്നെയാണ് ഇതും ഉണ്ടാക്കുന്നത്. നീർദോശ തന്നെയാണ്, നമ്മൾ കുറച്ച് ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുത്തത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പാകാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ വരുമ്പോൾ ഓക്കെയാണ് കേട്ടോ. നമ്മുടെ മാവ് കറക്റ്റാണ്.
അതുപോലെ തന്നെ ദോശച്ചട്ടി നന്നായിട്ട് തന്നെ ചൂടുണ്ടാവണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ലെവലാക്കി നിർത്തിയിട്ട് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ അടുത്തതും ആയിട്ടുണ്ട്. അടുപ്പ് നന്നായിട്ട് കത്തി നമ്മുടെ ദോശക്കല്ലൊക്കെ നല്ലോണം ചൂടുണ്ടെങ്കിൽ തന്നെ ദോശ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വേഗം ആയി കിട്ടും. അപ്പോൾ ഞാനിതാ അടുത്തതും ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് ഇത് മൂടി വെച്ച് ഒരു സെക്കൻഡ് 2 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ദോശ വെന്ത് കിട്ടും കേട്ടോ. നല്ലോണം ഒന്ന് ചട്ടി നല്ല ചൂടുണ്ടാവണം. ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ഒന്നും കൂട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് മൂടി വെക്കുന്നതിന് പകരം ദോശ മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ആ ഒരു ഭാഗം ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്കിത് 4 മണി ചായയുടെ കൂടെ ഇപ്പോൾ കറി ഇല്ലാതെ 4 മണി ചായയുടെ കൂടെയാണ് കഴിക്കുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്താൽ അത് കുറച്ചും കൂടെ ഇപ്പോൾ ഒരു തവി ഒഴിച്ച് കൊടുത്തതിന് പകരം 2 തവി മാവൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം ആവുന്ന സമയത്ത് ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 ഭാഗം മൊരിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കിഡിലും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് 4 മണി ചായക്കൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ നീർദോശയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മുടെ മക്കൾ ഇനി സാധാരണ നീർദോശ ഉണ്ടാക്കുമ്പോൾ എന്നും ദോശയാണെന്നുള്ള പരാതി ഒന്നും പറയില്ല. അതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. അവർക്ക് മടുക്കൂല. കാരണം ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് തേങ്ങയുടെ ആ ഒരു തേങ്ങ കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഉള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക, ഉണ്ടാക്കി നോക്കാത്തവർ കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ എന്നും നീർദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല മൊരിപ്പിച്ചിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഇത്തിരി കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് 2 ഭാഗം തിരിച്ചു മറിച്ചിട്ടിട്ട് മൊരിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്കിത് ഇങ്ങനെ നമുക്ക് ചുരുട്ടി പിടിച്ച് കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കട്ടൻ ചായയുടെ കൂടെ കേട്ടോ. ഒരു കറിയുടെ ആവശ്യമില്ല. നമുക്ക് തേങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് 4 മണി ചായക്കൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.